നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത് വല്ലാത്തൊരു കഥയാണ്. നിങ്ങളിൽ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര ക്ലബ്ബുകൾ ഇത് ചെയ്യാൻ തയ്യാറാവും എന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് അത്യപൂർവമായൊരു സംഗതിയാണ്. മാർക്കിഞ്ഞോസ് കഴിഞ്ഞ ദിവസം ബയേൺ മ്യൂണിക്കിനെതിരെ കളിച്ച കളി, അതിന് കൈയടിച്ച് ടെറിഫിക് പെർഫോമൻസ് അലിയൻസ് അരീനയിൽ അദ്ദേഹം പുറത്തെടുത്തു. അത് PSG യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്കും വഹിച്ചു. ഇനി നോക്കുക, അതിനു മുമ്പുള്ള PSG കളി, ലീഗ് വണ്ണിലെ കളി മാർക്കിഞ്ഞോസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു? ഇല്ല. പല കളികളിലും മാർക്കിഞ്ഞോസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറില്ല. പക്ഷേ UCL വന്നാൽ അദ്ദേഹം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതായത് സ്റ്റാർട്ടിംഗ് ലെവലിൽ ആദ്യം പറയുന്ന പേര് അദ്ദേഹത്തിൻ്റെതായിരിക്കും. എന്താ സംഭവിച്ചിട്ടില്ലെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. ഇത്ര മികച്ച രൂപത്തിൽ അദ്ദേഹത്തെ ഒരു യൂറോപ്യൻ സ്പെഷ്യലിസ്റ്റ് എന്ന രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഈ സീസണിൽ ലീഗ് വണ്ണിൽ അദ്ദേഹം ആകെ സ്റ്റാർട്ട് ചെയ്തത് 9 കളികളാണ്. 9 കളികൾ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ഇതുമാത്രമല്ല, ഇനി പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഫെബ്രുവരി 8 മുതൽ ഇങ്ങോട്ട്, അതായത് UCL അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആകെ 90 ഡൊമസ്റ്റിക് മിനിറ്റുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതായത് കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം ഗ്രൗണ്ടിലുള്ളൂ. ഇത് പരിക്ക് കാരണമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈ സീസണിൽ ഇതുവരെ അദ്ദേഹത്തെ പരിക്കലട്ടിയിട്ടില്ല. എന്നിട്ടും പിന്നെ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തെ UCLന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഈ സീസണിൽ വെറും 9 ലീഗ് വൺ മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത അതേ താരം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 14 മത്സരങ്ങളിൽ PSG 16 കളികളിൽ 14ലും സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ഒടുവിൽ കളിച്ച 13 UCL മത്സരങ്ങളിലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, മാർക്കിഞ്ഞോസിനെ പോലുള്ളൊരു താരത്തെ അവർ യൂറോപ്യൻ സ്പെഷ്യലിസ്റ്റ്, യുവേഫ ചാമ്പ്യൻസ് ലീഗിനുള്ള സ്പെഷ്യലിസ്റ്റ് പ്ലെയറായിട്ട് തന്നെ കാണുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ലീഗ് വണ്ണിൽ PSGക്ക് അപ്രമാദിത്യമുണ്ട്, മികച്ച ഒരു സ്ക്വാഡ് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുവതാരങ്ങളെ വെച്ച് കളിപ്പിക്കുന്നു. മാർക്കിഞ്ഞോസിന് അത്ര പ്രായമായെന്നല്ല, 32 വയസ്സിലേക്ക് അദ്ദേഹം അടുക്കുകയാണ്. PSG സ്ക്വാഡ് നോക്കുമ്പോൾ അദ്ദേഹം സീനിയർ സിറ്റിസനാണ്. അവിടെ കുറേ കാലമായിട്ട് അദ്ദേഹം കളിക്കുന്നു. പിന്നെ ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ കളിച്ച് വന്നൊരു സീസണാണ്. കഴിഞ്ഞ സീസണിനിടയിൽ അവർക്കൊരു ബ്രേക്കൊന്നും കിട്ടിയിട്ടില്ല. സോ ഈ ഒരു വർക്ക് ലോഡ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സീസണിൻ്റെ ക്രൂഷ്യൽ സമയത്ത് വളരെ മികച്ച രൂപത്തിൽ അവർ ആ വർക്ക് ലോഡ് മാനേജ് ചെയ്തു. അദ്ദേഹത്തെ ആവശ്യമില്ലാത്ത കളികൾക്ക് ഇറക്കിയില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമുകൾക്ക് ഇറക്കി. പക്ഷേ ഇങ്ങനെയുള്ളപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ഗെയിം റിതം നഷ്ടപ്പെടില്ലേ എന്നൊരു സംശയമുണ്ട്. ഫസ്റ്റ് ഗെയിമിൽ ബയേണിനെതിരെ ഈ സംഭവം ബാക്ക് ഫയർ ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. മാർക്കിഞ്ഞോസ് ഒരു പക്ഷേ ബയേൺ അടിച്ച 2 ഗോളുകളിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒലീസയെ ക്ലോസിങ് ചെയ്യാതെ അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാനുള്ള അവസരം കൊടുത്തതും, അതുപോലെ ലൂയിസ് ഡയസിൻ്റെ ഗോളിൽ അദ്ദേഹം വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ഗെയിം റിതം പോയോ എന്നൊരു സംശയം ഉണ്ടാക്കിയെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയേ വേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ ടെറിഫിക് പെർഫോമൻസ് കഴിഞ്ഞ ദിവസം അലിയൻസ് അരീനയിൽ നടത്തിയതിലൂടെ വ്യക്തമായി. അപ്പോൾ താരങ്ങൾ ഫ്രഷായിരിക്കണം ഇത്തരത്തിലുള്ള പെർഫോമൻസ് നടത്താൻ. അത് വെറുതെ പറയുന്നതല്ല, അത് കളിച്ച് കാണിച്ച് വർക്ക് ലോഡ് കൃത്യമായി മാനേജ് ചെയ്ത് ലൂയിസ് എൻട്രിക്ക് നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. വേൾഡ് കപ്പിന് ബ്രസീൽ പോകുമ്പോൾ ബ്രസീൽ ടീമിൻ്റെ ഡിഫൻസിലെ നട്ടെല്ലാണ് മാർക്കിഞ്ഞോസിൻ്റെ കാര്യം കൂടി നോക്കുക. മികച്ച രൂപത്തിൽ ലൂയിസ് എൻട്രിക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. ഇത് നമ്മൾ അധികമൊന്നും കേൾക്കാത്തൊരു സ്റ്റോറിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.